എല്ലാ ഇലക്ഷനിലും പോലീസായിരുന്നു പ്രധാന തർക്ക വിഷയം. ഫ്ലോറിയെ ചുട്ടുകരിച്ച സർക്കാരെ, അല്ലെങ്കിൽ രാജൻ കേസിൻ്റെ ചെയ്ത സർക്കാരെ, വയനാട്ടിൽ ഹരിജനങ്ങളെ വെടിവെച്ച് കൊന്ന സർക്കാരെ എന്നും പറഞ്ഞ് പ്രധാന മുദ്രാവാക്യം പോലീസിനെ പറ്റിയായിരിക്കും. ഈ ഇലക്ഷനിൽ പോലീസ് ഒരു ഇഷ്യൂ അല്ല. അതായത് കേരള പോലീസ് എല്ലാ കാലത്തും മികച്ച ഒരു പോലീസാണെന്ന് പറയാൻ പറ്റും. അതായത് നമ്മൾ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളെയും പോലീസുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ പോലീസിന്റെ വിദ്യാഭ്യാസമാവട്ടെ, ജനങ്ങളുടെ പെരുമാറ്റമാവട്ടെ, അതേപോലെ തന്നെ പോലീസിന്റെ ഒരു മതനിരപേക്ഷ സ്വഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ കഴിഞ്ഞ 10 വർഷം കേരളം പലതുകൊണ്ടും കേരളത്തിലെ പോലീസ് മികവാർന്ന, നമ്മൾ കോവിഡ് കാലത്തും പ്രളയകാലത്തൊക്കെ നമ്മുടെ പോലീസിന്റെ സേവനങ്ങൾ, പോലീസ് വെറും അവരിൽ നിക്ഷിപ്തമായ പോലീസിംഗ് മാത്രമല്ലാതെ ഒരു സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്കും കൂടെ വന്ന ഒരു സംവിധാനം നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ശരിക്കും തൊട്ടറിഞ്ഞതാണ്. പ്രളയകാലത്തൊക്കെ എത്രയോ പേരാണ് അവർ ജീവൻ പോലും മറന്ന് സംരക്ഷിച്ചിട്ടുള്ളത്, രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. സാർ, എങ്ങനെയാണ് കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തിലെ പോലീസിങ്ങിനെ കാണുന്നത്? അതായത് ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കേരള പോലീസ് ഇന്ത്യയിലെ പോലീസുകളെ റേറ്റ് ചെയ്യും. ഒന്ന് ഇന്റലിജൻസ് ബ്യൂറോ, കേന്ദ്ര ഗവൺമെന്റ് ഇന്റലിജൻസ് ബ്യൂറോ റേറ്റ് ചെയ്യും. പിന്നെ 28 മീഡിയ, പത്രങ്ങളും TV മാധ്യമങ്ങളും ചേർന്ന റേറ്റിംഗ് ഉണ്ട്. പിന്നെ ഇന്ത്യൻ എക്കണോമിക് അസോസിയേഷൻ ഉണ്ട്, ഇന്ത്യൻ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ, അവർ റേറ്റ് ചെയ്യും. ഈ 3 റേറ്റിംഗിലും ആദ്യമായി 2002 AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ KJS സാർ DGP ആയിരുന്നപ്പോഴാണ് കേരളം നമ്പർ 1 ആയത്. അതുവരെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ നമ്പർ 1 ആയിരുന്നു, പോലീസ് നമ്പർ 1 ആയി. പക്ഷെ കഴിഞ്ഞ 24 വർഷം തുടർച്ചയായി കേരള പോലീസ് ഇന്ത്യയിലെ 30 സംസ്ഥാന പോലീസിൽ നമ്പർ 1 ആയി. IB റേറ്റ് ചെയ്യുന്നു, ഇന്റലിജൻസ് ബ്യൂറോ റേറ്റ് ചെയ്യുന്നു, കൂടാതെ ഇൻഡസ്ട്രീസ് റേറ്റ് ചെയ്യുന്നു, പത്രങ്ങളും ടെലിവിഷൻ ചാനലും റേറ്റ് ചെയ്യുന്നു. ആ റേറ്റിങ്ങിനകത്താണ് കഴിഞ്ഞ 10 വർഷം കേരള പോലീസ് അതിൻ്റെ വളരെ സുത്യർഹമായ നിലയിൽ എത്തിച്ചേർന്നത്. അത് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ എല്ലാ ഇലക്ഷനിലും പോലീസായിരുന്നു പ്രധാന തർക്ക വിഷയം. ഫ്ലോറിയെ ചുട്ടുകരിച്ച സർക്കാരെ, അല്ലെങ്കിൽ രാജൻ കേസിൻ്റെ ചെയ്ത സർക്കാരെ, വയനാട്ടിൽ ഹരിജനങ്ങളെ വെടിവെച്ച് കൊന്ന സർക്കാരെ എന്നും പറഞ്ഞ് പ്രധാന മുദ്രാവാക്യം പോലീസിനെ പറ്റിയായിരിക്കും. ഈ ഇലക്ഷനിൽ പോലീസ് ഒരു ഇഷ്യൂ അല്ല. അതായത് ക്രമസമാധാന പാലനം ഒരു വിഷയമേ അല്ല. കാരണം അത് പോലീസിൻ്റെ പെർഫോമൻസിൻ്റെ റേറ്റിംഗ് കാരണം പോലീസ് ആർക്കും കുറ്റം പറയാൻ പറ്റാത്ത നിലയിലായി. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റംസ് 1-2 എണ്ണമാണ്. ഒന്ന്, ഈ ഒരാൾക്കൊരു കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ദി ഈസിയസ്റ്റ് പ്ലേസ് ടു രജിസ്റ്റർ എ കേസ് കേരളത്തിലാണ്. ഞങ്ങൾ ഡൽഹിയിൽ ട്രെയിനിങ്ങിന് പോയപ്പോൾ 30 ഓഫീസർമാരുണ്ടായിരുന്നു. അവരോട് പണം മോഷണം പോയെന്നൊരു കേസ് പോലീസ് സ്റ്റേഷനിൽ പോയി രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. 30 പേര് 30 പോലീസ് സ്റ്റേഷനിൽ പോയി. 1-2 പേർക്ക് അടി കിട്ടി, IPS ഉദ്യോഗസ്ഥന്മാർക്ക് അടി കിട്ടി. കാര്യം വേഷപ്രച്ഛനായിട്ടാണ് പോകുന്നത്. പക്ഷേ 2 പേർക്ക് മാത്രമേ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ കേരളത്തിൽ ഒരാൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങർക്ക് തൻ്റെ വീഡിയോ അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് നമ്മൾ വാട്സപ്പിൽ കൂടെ കേസ് അയച്ചാലും അത് രജിസ്റ്റേർഡ് ആവും. പിന്നെ ഈസി ആക്സസിബിലിറ്റി ആണ്. മധ്യപ്രദേശിലോ ഉത്തർപ്രദേശിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ 30 കിലോമീറ്റർ പോകണം ഒരു പോലീസ് സ്റ്റേഷൻ ചെല്ലണമെങ്കിൽ. ഇത് കേരളത്തിൽ ഒരാൾക്ക് കഷ്ടിച്ചൊരു 10 കിലോമീറ്റർ പോയാൽ പോലീസ് സ്റ്റേഷനിൽ ചെല്ലാം. ഇനി ഒന്നുമില്ലെങ്കിൽ വാട്സപ്പിൽ കൂടെ ഒരു മെസ്സേജ് അയച്ചാൽ അതവിടെ രജിസ്റ്റർ ചെയ്യപ്പെടും. നമ്മൾ ആപ്പുണ്ട്, പ്രത്യേക ആപ്പുണ്ട്, അതിനകത്ത് രജിസ്റ്റർ ചെയ്യാം. സ്ത്രീകൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ ഭയമായിരുന്നു. പക്ഷെ കേരളത്തിൽ എന്ത് പറ്റി? കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും സ്ത്രീ സാന്നിധ്യം ഉണ്ടായി. വിമൻ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടായി, വിമൻ സെല്ലുണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? വനിതാ കമ്മീഷൻ, ശക്തമായ വനിതാ കമ്മീഷൻ. അതുകൊണ്ട് ഒരു സ്ത്രീക്കും അവളുടെ പരാതി രജിസ്റ്റർ ചെയ്യുന്ന ഒരു പ്രയാസമല്ല, വളരെ ഈസിയായിട്ട് രജിസ്റ്റർ ചെയ്യും. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൺവിക്ഷനാണ്. ഇപ്പോൾ മോട്ടോർ കേസ് എടുക്കുക, ഇന്ത്യയിലെ ആവറേജ് കൺവിക്ഷൻ റേറ്റ് 29%. 100 കൊലക്കേസ് കോടതിയിലെത്തിയാൽ 29 കേസിൽ ശിക്ഷ വരത്തുള്ളൂ, ബാക്കി 71 കേസ് വിട്ടുപോകും. പക്ഷേ കേരളം 2010 ആയപ്പോഴേക്കും അത് 60% ക്രോസ് ചെയ്തു. 2015 ആയപ്പോഴത്തേക്ക് അത് 68%. ഇപ്പോൾ 71%. അതായത് 100 കൊലക്കേസ് കോടതിയിലെത്തിയാൽ 71 കേസിൽ ശിക്ഷ കിട്ടിയിരിക്കും. വളരെ അപൂർവമായിട്ടേ തെളിവില്ലാതെ പോവുള്ളൂ. ഇക്കാര്യത്തിൽ ജുഡീഷ്യറി വലിയൊരു പങ്കാണ്. ഇന്ത്യയിലെ ഒരു ജഡ്ജി എത്ര കേസ് ഡിസ്പോസ് ചെയ്യും, ആ കണക്കുണ്ട്. കണക്കിൽ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനത്തിലും ജഡ്ജിമാർ കേസ് ഡിസ്പോസ് ചെയ്യുന്നതിൻ്റെ 3 ഇരട്ടിയാണ് കേരളത്തിലൊരു ആവറേജ് ജഡ്ജി കേസ് ഡിസ്പോസ് ചെയ്യുന്നത്. ഇത്ര നല്ലൊരു ജുഡീഷ്യറി, ഇത്ര നല്ലൊരു പോലീസ് വന്നപ്പോഴത്തേന് 71% കൺവിക്ഷൻ റേറ്റ് കിട്ടി. അതിൽ ബലാത്സംഗ കേസുകളിൽ 88% കൺവിക്ഷനാണ് കേരളത്തിൽ.
മറ്റേ ഉത്തരേന്ത്യയിലെ പെൺകുട്ടിയെ കൊണ്ടുപോയി 9 പേരോട് ബലാത്സംഗം ചെയ്യുക, കേസും ഇല്ല, ഒന്നുമില്ല, ബഹളമില്ല, പ്രതികള് ജാഥായിട്ട് കൊണ്ടുപോകും. ഇല്ല. ഗുജറാത്തിലെ ഒരു ഗർഭിണിയെ 8 പേരോട് ബലാത്സംഗം ചെയ്തു, അവൻ ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ അവർക്ക് പരമ്പളിക്ക് സ്വീകരണം കൊടുക്കുകയാണ് ഗുജറാത്തിൽ. ഇവിടെ ബലാത്സംഗ കേസിൽ 88% കൺവിക്ഷനാണ്. അപ്പോൾ ഈ കൺവിക്ഷൻ റേറ്റും രജിസ്ട്രേഷൻ എളുപ്പമായതോടുകൂടി വളരെ അത്ഭുതകരമായ പെർഫോമൻസായി മാറി.